നമ്മുടെ വീട് പണ്ട് മുതലേ ഇങ്ങനെയാണോ? അല്ലല്ലോ. എന്നുവെച്ചാ നീ എന്തൊക്കെയാ ഈ പറയുന്നേ? നിനക്ക് എന്തു പറ്റി? അല്ലമ്മേ, പണ്ട് നമ്മുടെ വീട് ഇങ്ങനെ അല്ലായിരുന്നല്ലോ. ഈ ഭാഗത്ത് ഇങ്ങനെ സ്റ്റെയർ കേസ് ഇല്ലായിരുന്നു. ആ പടങ്ങള്, ജനാല, വരാന്ത, പിന്നെ പിന്നെ ഈ തൂണുകള്, ഡൈനിങ് ടേബിള് എല്ലാം വേറെ വേറെ ആയിരുന്നു. ഇത്രയും ഷാൻലിയേഴ്സും വലിപ്പമൊന്നും ആ വീട്ടിലുണ്ടായിരുന്നില്ല. പണ്ട് നമ്മുടെ വീട് ഇതേ അല്ലായിരുന്നു എന്ന് എനിക്ക് തീർച്ചയാ. പഴയത് പലതും പൊളിച്ചു കളഞ്ഞിട്ട് നമ്മൾ ഈ വീടിനെ റിനോവേറ്റ് ചെയ്തതാണോ? ഞാൻ കുട്ടിക്കാലത്ത് വേറെ ഏതോ വീട്ടിൽ താമസിച്ചതുപോലെയാ എന്റെ ഒരു തോന്നല്. കുഞ്ഞെ, കാപ്പി റെഡിയായിട്ടുണ്ട്. രാവിലെ തന്നെ നമുക്കതങ്ങ് കഴിച്ചാലോ? അതെ, നമുക്ക് ആഹാരം കഴിക്കാം. ഏയ് നിക്ക് നിക്ക് നിക്ക്. അമ്മ, ടെൽമി, പണ്ട് നമ്മൾ വേറെ വീട്ടിലായിരുന്നില്ലേ താമസം? ഇതുപോലെ അല്ലാത്ത വേറൊരു വീട്ടില്? ഏയ് ഇല്ലല്ലോ രഘു, നീ എന്താ ഇങ്ങനൊക്കെ ചോദിക്കുന്നേ? കള്ളം. അമ്മ കള്ളം പറയുക. നമ്മൾ വേറൊരു വീട്ടിൽ താമസിച്ചിരുന്നു. ഇന്നലെ സ്വപ്നം കണ്ടപ്പോഴാ എനിക്ക് ചില ഓർമ്മകൾ തിരിച്ചു വന്നത്. മോളി ജോലിയൊന്നും കളഞ്ഞു വരണമെന്നില്ല, ഞാൻ നോക്കിക്കോളാം. എല്ലാം ഞാൻ നോക്കിക്കോളാന്ന് പറയും. എന്തിനാ ഇങ്ങനെ ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടുന്നത്? ഇപ്പൊ ഇവള് വരാന്ന് പറയല്ലേ? നിങ്ങൾക്ക് എന്താ അതിൽ പ്രശ്നം? അത് ശരി. അപ്പൊ നീ മോളെല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചു വെച്ചിരിക്കുകയാണല്ലേ? എന്റെ മോളെ, ചില കാര്യങ്ങളിൽ നിന്റെ അമ്മ ആവശ്യമില്ലാതെ പേടിക്കുന്നതാ. മോളും അതുപോലെ ആകരുത്. ഇപ്പൊ ഏതായാലും ഞാൻ കടയിൽ പോയി അതുവഴി ഹോസ്പിറ്റലിൽ പോയിട്ട് വരും. ഹലോ, ഉത്തരവാദിത്ത ബോധമുള്ള സഹധർമ്മിണി. എനിക്ക് ഒരു കുഴപ്പമില്ല. ഇപ്പൊ ഞാൻ സ്ട്രോങ്ങാ, ഡബിൾ സ്ട്രോങ്. ശ്രീരച്ച, അധികം നിങ്ങൾ ആളാവണ്ട. റിസൾട്ട് വാങ്ങിയിട്ട് ഡോക്ടറെ കാണിച്ച ശേഷം ശ്രീയെ വിളിച്ച് പറയണം നിങ്ങള്. അവള് ആ റിസൾട്ട്... നീ എന്തോന്നടി പറഞ്ഞ് കാട് കയറണേ? റിസൾട്ടൊക്കെ എനിക്ക് ഇപ്പോഴേ അറിയില്ലേ. എനിക്കെല്ലാം നോർമലാണ്. അബ്നോർമലായിട്ട് നീ ഒരൊറ്റ ആളാ. മുന്നോട്ട് വെക്കുന്ന ഓരോ സ്റ്റെപ്പും വളരെ സൂക്ഷിക്കണം നമ്മൾ. സമ്പത്തും സ്വാധീനമുണ്ടെന്ന് വെച്ച് നിയമത്തിനെതിരെ പോകുന്നത് ശരിയായ രീതിയല്ല. നിയമത്തിനെതിരെ പോണമെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ആ പ്രോപ്പർട്ടി ഏത് നിമിഷവും കൈവിട്ട് പോകാവുന്ന അവസ്ഥയില്. നീയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വ്യക്തമായി പറയുന്നുമില്ല. സംഗതി സീരിയസ് ആണെന്ന് ഓർമ്മപ്പെടുത്തിയതാ ഞാൻ. ആ കരാറുമായിട്ട് ബന്ധപ്പെട്ട് ചില പോയിന്റുകൾ എന്റെ മനസ്സിലുണ്ട്. അവർക്ക് പ്രഷർ കൊടുത്ത് നമുക്ക് ആനുകൂല്യം ഉണ്ടാക്കാവുന്ന കാര്യങ്ങൾ. ഞാൻ നമ്മളുടെ വക്കീലുമായിട്ടൊന്ന് സംസാരിക്കട്ടെ. അതിനു മുമ്പ് തന്നെ രാജനന്ദിനി വിലാസിലേക്ക് മാറണം. അതാണ് എന്റെ ഇപ്പോഴത്തെ പ്രയോറിറ്റി. നോ രവി, അത് വേണ്ട. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് ശരിയാവില്ല. ലുക്ക്, ആദ്യം നീ ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നത് നിർത്തണം. അപ്പൊ തന്നെ പകുതി പ്രശ്നങ്ങൾ തീരും. നീ ആ വീട്ടിലേക്ക് ഇപ്പൊ മാറുന്നില്ല. ഞാൻ സമ്മതിക്കുന്നില്ല, സമ്മതിക്കില്ല. രാജാറാം, എക്സ്ക്യൂസ് മീ സർ. യെസ് ലക്ഷ്മി, കം ഇൻ. അച്ഛനെ കണ്ടപ്പോ? കുഴപ്പമില്ല സർ, ഇന്ന് റിസൾട്ട് കിട്ടും. ബുധനാഴ്ച ഡോക്ടർ ദേവിക റാണിയെ ഒന്ന് കാണിക്കണമെന്ന് ഇപ്പൊ നോക്കിയ ഡോക്ടർ പറഞ്ഞു. ഡോക്ടർ ദേവിക റാണിയോ? അപ്പൊ നിങ്ങൾ രാമകൃഷ്ണ ഹോസ്പിറ്റലിലേക്കാണോ പോയത്? അല്ല സർ, PKR ഹോസ്പിറ്റൽ. ഡോക്ടർ ദേവിക റാണി ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും മാത്രമേ അവിടെ കൺസൾട്ടിങ്ങിന് കാണുള്ളൂ എന്ന് പറഞ്ഞു. ബാക്കി ദിവസങ്ങളിൽ വേറെ ഏതോ ഹോസ്പിറ്റലിലാണ്. അല്ല, എന്താ സർ അങ്ങനെ ചോദിച്ചത്? സാറിന് ഡോക്ടർ ദേവിക റാണിയെ നേരിട്ട് അറിയോ? രാജാറാം,
എന്താ ചേട്ടാ? ഒരു മിനിറ്റ്, ഇനി അല്പം വെള്ളം കുടിച്ചിട്ടാവട്ടെ. ചേട്ടൻ ആശുപത്രി പോയായിരുന്നോ? എന്തായി കാര്യങ്ങള്? ഏയ് ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ല എന്നാ ഡോക്ടർ പറഞ്ഞത്. ആ, ചേട്ടൻ 2 ദിവസം റെസ്റ്റ് എടുത്തിട്ട് വന്നാൽ മതിയായിരുന്നു, വെറുതെ ഓരോന്ന് വരുത്തി വെക്കാൻ. ഏയ് അത്രയ്ക്ക് കുഴപ്പമൊന്നുമില്ല മുതലാളി, ഐ ആം ഓൾ റൈറ്റ്. അത് ചേട്ടൻ വെറുതെ പറയുന്നല്ലേ. കണ്ടിട്ട് തന്നെ ഇപ്പോഴും എന്താ വല്ലായ്മ ഉണ്ടല്ലോ. നോക്കേട്ടാ, മോളുടെ കല്യാണം നടക്കുന്നില്ല എന്ന് വെച്ച് ഇങ്ങനെ വിഷമിക്കരുത്. ശ്രമിച്ചുകൊണ്ടേയിരിക്കണം, എന്നാലേ നടക്കൂ. ശ്രമിക്കുന്നുണ്ട് മുതലാളി, എല്ലാം ദൈവത്തിന്റെ കയ്യിലല്ലേ. അല്ല, മുതലാളി അയച്ച കൂട്ടരെ ഒഴിവാക്കിയതിന് മുതലാളിക്ക് എന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ അല്ലേ? ഏയ് ഇല്ല ഏട്ടാ, അന്ന് ചേട്ടന്റെ വീട്ടിൽ വന്നത് ഞാൻ അയച്ച ആൾക്കാരല്ല ഏട്ടാ, ആ ത്രിവിക്രമന്റെ വാടകക്കാരാ. ഞാനിത് പറയാൻ കോളനി വന്നിരുന്നു, അന്ന് ചേട്ടനെ കണ്ടില്ല. പിന്നെ ഞാനങ്ങ് സ്റ്റോക്ക് എടുക്കാൻ യാത്ര പോയില്ലേ, ഇന്നലെയാ മടങ്ങി വന്നത്. ഏതായാലും നമുക്ക് വേറെ ആളെ നോക്കാം ചേട്ടാ, ചേട്ടൻ വിഷമിക്കാതെ. ആ ബാബു, ആ മുതലാളി, ഞാനേ ബാങ്ക് വരെ ഒന്ന് പോയിട്ട് വരാം. രേഷ്മ വരുമ്പോ അവളോട് കൗണ്ടറിൽ ഇരിക്കാൻ പറ, ഞാൻ പോയിട്ട് വരാം. നമ്മുടെ ട്രഷറർ സ്ഥലത്തില്ലാത്തതിനാൽ ഈ പൈസ സുദർശനൻ ചേട്ടന്റെ വീട്ടിൽ ഏൽപ്പിക്കാനാണ് പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. അവിടെയാവുമ്പോ ഈ കാശ് സേഫ് ആയിട്ടിരിക്കുമല്ലോ. ഇത് എത്ര രൂപയുണ്ട്? 50,000 രൂപ. ആ, എന്റെ കരിക്കുത്തിയമ്മേ, 50,000? കണ്ടോ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, 10,000 1000 പോലും ഒരുമിച്ച് കണ്ടിട്ടില്ലാത്ത ആളാ സരോജൻ ചേച്ചി. അങ്ങനെയുള്ള ആളുടെ ഇത്രയും കാശ് ഏൽപ്പിച്ച അയ്യോടി, നീ അങ്ങനെയൊന്നും പറഞ്ഞു പഠിക്കല്ലേ. 10,000 1000 അല്ല, 10,000 ലക്ഷങ്ങളും കണ്ടിട്ടുള്ളവളായി സരോജം. ശ്രീയുടെ അച്ഛൻ കോയമ്പത്തൂർ സ്റ്റോക്ക് എടുക്കാൻ പോകുമ്പോഴേ മുതലാളി കൊച്ചു ബാഗിൽ ലക്ഷങ്ങളാ അങ്ങറയിൽ കൊടുത്തു വിടുന്നത്. അവിടെയാ നിന്റേക്ക് ഈ 50,000 ഉലുവ. എന്നാ എനിക്ക് വയ്യ, നിങ്ങൾ തന്നെ വെച്ചാ മതി. വേണ്ട ദീപു, വേണ്ട വേണ്ട, എന്നെ കൊണ്ട് പറ്റില്ല. ആ കാശ് എടുക്കാണ്ടി. പറ്റില്ല പറ്റില്ല, ഒരു കുഴപ്പമില്ലെന്നേ. മാറങ്ങോട്ട്. ഒന്ന് വാ ആന്റി പ്ലീസ്. ആന്റി ഇവിടെ ഇരിക്ക. സരോജൻ ചേച്ചി ഞങ്ങൾക്ക് വിശ്വാസ. 1-2 പേരെ എതിരഭിപ്രായം പറയുന്നത് ചേച്ചി കാര്യാക്കണ്ട. അതെ അതെ, കൂടുതലൊന്നും വേണ്ട. എഞ്ചിനീയർ ഈ അടുത്ത ഏതെങ്കിലും ഒരു ദിവസം സ്ഥലം നോക്കാൻ വേണ്ടി വരും. അത് കഴിഞ്ഞാൽ ഉടനെ പണി നടക്കണം. അത്രയും നാൾ മതി. സരോജാന്റി തന്നെ ഈ ക്യാഷ് സൂക്ഷിക്കണം. ഇത് കോളനിയുടെ ഒരു പൊതുവികാരമല്ലേ സരോജം? സരോജം കാശ് വാങ്ങിക്ക്. സരോജത്തിന്റെ ആഗ്രഹം കൂടി പറഞ്ഞാൽ അവന് സായി എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന പേരുകൂടി ഉണ്ടെങ്കിൽ 100% ഞങ്ങളിങ്ങ് ഏറ്റെടുക്കും. ഇപ്പതേ ഇവിടെ വെച്ച്. എന്നാ പിന്നെ ഇതുപോലത്തെ ഒരാൾ മതിയോ സുദർശനൻ ചേട്ടാ? അത് നല്ലതാണോ ദോഷാണോ എന്ന് കൺഫ്യൂഷൻ. ഇടത് കണ്ണോ? ആ, അതൊന്നും കുഴപ്പമില്ല മോളെ. നീയേ ഒരുപാട് നേരം കമ്പ്യൂട്ടറിന്റെ മുന്നിൽ ജോലി ചെയ്യുന്നല്ലേ. തണുത്ത വെള്ളത്തിൽ മോഹം കഴുകിയിട്ട് കുറച്ചു നേരം കണ്ണടച്ചിരിക്കും, അപ്പൊ എല്ലാം ശരിയാവും. ശരിയോ ശരിയോ. ഇപ്പൊ ഇക്കളും കൂടി തുടങ്ങി.
ആകെ ഒരു പ്രശ്നം ചുറ്റും കിടന്ന് കറങ്ങുന്നുണ്ടോന്നാ എനിക്കൊരു സംശയം. നീ എന്തോ നടി പെണ്ണ ഇത്? എക്കള് വന്നാ വെള്ളം കുടിക്കേ, അല്ലാതെ എക്കള് പോവോ? ശരി ശരി, കുറച്ച് വെള്ളം കുടിക്കട്ടെ. അയ്യോ അമ്മേ, മണി 11 കഴിഞ്ഞു കേട്ടോ. അമ്മ കാപ്പി കുടിച്ചായിരുന്നോ? അയ്യോ ഇല്ലടി, ഞാൻ കാപ്പി പോലും കുടിച്ചിട്ടില്ല. രാവിലെ ഓരോരോ ഓട്ടങ്ങളല്ലേ. ഓടി ഓടി ആരോഗ്യം കളയരുത്, അത്രേ എനിക്ക് പറയാനുള്ളൂ. ആ പിന്നെ അമ്മേ, അച്ഛന്റെ റിസൾട്ട് കിട്ടി കാണുമോ? അച്ഛൻ വിളിച്ചായിരുന്നോ അമ്മേ? ആ ഇപ്പൊ കിട്ടി കാണും, പക്ഷെ വിളിച്ചു പറഞ്ഞില്ല ഇതുവരെ. ശരി അമ്മേ, ഞാൻ അച്ഛനൊന്ന് ഫോൺ ചെയ്ത് ചോദിച്ചു നോക്കട്ടെ. ഞാൻ വിളിക്കാം അമ്മേ. ശരി മോളെ, ഞാനേ വെക്കാണേ. എന്തായിരിക്കും അച്ഛൻ വിളിക്കാത്തത്? ഞാനൊന്ന് അങ്ങോട്ട് വിളിച്ചു നോക്കാം. അങ്കിൾ, ആർ യു ഓൾ റൈറ്റ്? ഡോക്ടർ ദേവിക റാണി പുറപ്പെട്ടിട്ടുണ്ട്. ഉടനെ ഇവിടെ എത്തും. അങ്കിൾ വിഷമിക്കണ്ട, പേടിക്കാനൊന്നുമില്ല. യു വിൽ ബി ഓൾ റൈറ്റ്. ശ്രീമോളെന്ന് കാണിക്കുന്നു. എന്റെ മോളാ. സോറി സാർ, സാറിനെ ശല്യം ചെയ്തതിന് വെരി വെരി സോറി. എന്താ അങ്കിൾ ഇത്? ഒരേ പല്ലവി തന്നെ പാടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞില്ലേ? വീട്ടിൽ നിന്നാണെങ്കിൽ ഞാൻ എടുക്കട്ടെ? കോള് കട്ടായി. നോക്കങ്കിൾ, എന്നെപ്പറ്റി ഒരു ബുദ്ധിമുട്ടും വിചാരിക്കണ്ട. ഞാൻ കൂടെയുണ്ട്. പ്ലീസ് ടേക്ക് ഇറ്റ് ഈസി. ഡോണ്ട് വറി, യു വിൽ ബി ഓൾ റൈറ്റ്. ഇപ്പൊ റെസ്റ്റ് എടുത്തോ, ഞാൻ ദാ വരുന്നു. ഹലോ മോളെ, എന്തായി കാര്യങ്ങള്? അമ്മേ, അച്ഛൻ ഫോൺ വിളിച്ചിരുന്നോ അമ്മേ? ഇല്ലല്ലോ. നീയല്ലേ അച്ഛന് ഫോൺ വിളിക്കാന്ന് നേരത്തെ പറഞ്ഞത്? ഞാൻ വിളിച്ചമ്മ കിട്ടിയില്ല. ഇപ്പോഴും ഞാൻ വിളിച്ചിട്ട് അച്ഛൻ ഫോൺ എടുക്കുന്നില്ല. അയ്യോ, ചിലപ്പോ അത് സൈലന്റ് കിടക്കായിരിക്കും മോളെ. ആ മനുഷ്യന് ഒന്നിനും ഒരു ബോധമില്ലാത്ത. ഏയ്, ഇത് അങ്ങനെയല്ല അമ്മേ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എന്റെ കണ്ണ് തുടിക്കുന്നു. എവിടെയോ എന്തോ ഒരു പ്രശ്നം പോലെ തോന്നുന്നുണ്ട് എനിക്ക്. പിന്നെ മുറ്റം ഇങ്ങനെയല്ല, ചെടികൾ ഇങ്ങനെയല്ല, റൂഫ് ഇങ്ങനെയല്ല, ഫ്ലോർ ഇങ്ങനെയല്ല, തൂൺ ഇങ്ങനെയല്ല, ഫർണിച്ചർ ഇങ്ങനെയല്ല, പൂജാമുറി ഇങ്ങനെയല്ല, അങ്ങനെ ഒന്നും ഇങ്ങനെയല്ല, ഇങ്ങനെയല്ല, ഇങ്ങനെയല്ല. കാലൊക്കെ തറയിൽ വെക്കുമ്പോ ഭയങ്കര തണുപ്പാ അവിടെ. മുറികളിലൊക്കെ എന്തോ ഒരു തരം മണം ഉണ്ടായിരുന്നു. പിന്നെ കാറ്റ് വരാനും വെളിച്ചം വരാനും. രഘു രഘു രഘു, നീ പറയുന്നതൊക്കെ ശരിയാണ്. ഓക്കെ, ഈ വീട് മാത്രമല്ല,
നീ പറയുന്ന ആ വീടും നമ്മളുടേതാണ്. ആ വീടിപ്പോഴും അവിടെ തന്നെയുണ്ട്, നമ്മുടെ സ്വന്തമായിട്ട്. ഓ മൈ ഗോഡ്, ആർ യു സീരിയസ്? യെസ് രേഖ, യെസ്. ഇപ്പൊ ഞാൻ പറഞ്ഞത് കറക്റ്റാണെന്ന് നിനക്ക് മനസ്സിലായില്ലേ? ദേ, അമ്മയും ബാലും മാമനും ഒരു അക്ഷരം പറഞ്ഞില്ല. അതുകൊണ്ടാ രേഖയ്ക്ക് ഞാൻ പറഞ്ഞത് ഒട്ടും വിശ്വാസമില്ലാതായത്. എന്നാ രേഖയ്ക്കും വിശ്വസിക്കാം. രഘു കുട്ടിക്കാലത്ത് ആ വീട്ടിലാണ് കളിച്ചു വളർന്നത്. അത് ഉപബോധ മനസ്സിലുണ്ടായതുകൊണ്ട് രഘു ഇതൊക്കെ വിളിച്ചു പറയുന്നത്. പക്ഷെ എന്നോട് ഇതുവരെ അവസരം വരാത്തത് കൊണ്ടാണ് അനിയത്തിക്കുട്ടി. ഇതിൽ ഇത്ര വലിയ രഹസ്യങ്ങളൊന്നുമില്ല. ആ വീട്ടിൽ സൗകര്യങ്ങൾ അല്പം കുറവായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഈ പുതിയ വീട്ടിലേക്ക് മാറി താമസിച്ചു, അത്രേ ഉള്ളൂ. സോറി ബ്രദറല്ലോ, രഹസ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇത്രയും കാലം ആരും ആ വീടിനെ കുറിച്ച് സംസാരിക്കാത്തത് എന്തായിരുന്നു? ആ വീട് മാത്രമല്ല, ഇവിടത്തെ ആ മുറിയും രഹസ്യത്തിന്റെ ഒരു കലവറയാ. നിങ്ങൾ അമ്മയും മക്കളും ഈ ബാലമാവനുമാ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ഭൂതഗണങ്ങള്. ഇവിടത്തെ ഈ ജോലിക്കാരും പിന്നെ ഈ ഞാനും മാത്രം ഇതൊന്നും അറിയാത്ത പാവങ്ങള്. ജോലിക്കാര് വീടിന് പുറത്തുള്ളവരാ, ശമ്പളം വാങ്ങി വരികയും പോവുകയും ചെയ്യും. രഹസ്യങ്ങൾ പങ്കുവെക്കണ്ട നിങ്ങക്ക്. അപ്പൊ എന്റെ സ്ഥാനം? ഇപ്പൊ എനിക്കറിയണം ഈ വീട്ടിലെ രേഖയുടെ സ്ഥാനം എന്താണെന്ന്. വീട്ടിലെ മരുമകളോ അതോ വീട്ടിലെ ജോലിക്കാരിയോ? ഉത്തരം പറയൂ. ഉത്തരം പറയാൻ. ഞാൻ വന്ന് ചേട്ടനോട് സംസാരിക്കാനിരിക്കുകയായിരുന്നു. ഏതായാലും ചേട്ടൻ ഇങ്ങോട്ട് വന്നത് നന്നായി. ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞതൊക്കെ ചേട്ടൻ കേട്ടല്ലോ അല്ലേ? കേട്ടു. എനിക്കൊരു അപേക്ഷയെ നിങ്ങളോടുള്ളൂ. ദയവ് ചെയ്ത് ഇക്കാര്യം എന്റെ മകളോ ഭാര്യയോ അറിയാൻ പാടില്ല. അവർക്ക് വലിയ വിഷമാവും, താങ്ങാൻ കഴിയില്ല അവർക്ക്. നോ നോ മിസ്റ്റർ സുദർശൻ, നിങ്ങൾ അനാവശ്യമായിട്ടാണ് ഭയപ്പെടുന്നത്. ഇന്നത്തെ കാലത്ത് ഇതൊക്കെ വെരി കോമൺ ആണ്. വീട്ടുകാരെ അറിയിക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല. ബിക്കോസ് ഇറ്റ്സ് എ പാർട്ട് ഓഫ് മൈ ജോബ്. എല്ലാം ശരി, 100% ശരി. പക്ഷേ എന്റെ സ്ഥാനത്ത് നിന്ന് മാഡം ഒന്ന് ആലോചിച്ച് നോക്കണം. എന്റെ മോൾക്ക് ഞാനെന്ന് വെച്ചാൽ ജീവന. ഭാര്യ പ്രാണം തരും എനിക്ക് വേണ്ടി. അങ്ങനെയുള്ളവർ എനിക്കെന്തെങ്കിലും പറ്റിയെന്നറിഞ്ഞാൽ വേറൊന്നും ആലോചിക്കില്ല. വല്ല ആറ്റിലോ റെയിൽപാളത്തിലോ 2 അനാഥ ശവങ്ങൾ കാണും, അത്ര തന്നെ. അച്ഛനിതെന്തു പറ്റി? വിചിത്രമാണല്ലോ. ഫോൺ വിളിച്ചിട്ടെടുക്കാതെ ഇപ്പൊ മെസ്സേജ് അയച്ചിരിക്കുന്നു. കൊള്ളാം, നല്ല അച്ഛനും മോളും. അയ്യോ, ഇവരുടെ ശ്രീക്ക് മെസ്സേജ് അയച്ച്
നമ്മുടെ ശ്രീയെ ഫോൺ വിളിക്കാനേ മറന്നുപോയല്ലോ. രവി, നീ ആലോചിക്കാതെ ഒരു തീരുമാനം എടുക്കില്ലെന്ന് അമ്മയ്ക്കറിയാം. പക്ഷേ ഇതൊട്ടും ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓർമ്മയുണ്ടല്ലോ, ആ വീട്ടിൽ താമസിച്ച അത് രഘുവിന്റെ മനസ്സിനെ അസ്വസ്ഥതപ്പെടുത്തുമെന്ന് കരുതിയ ഒന്നാമത് നമ്മൾ ഇങ്ങോട്ടേക്ക് താമസം മാറ്റിയത്. എന്നിട്ടിപ്പോ വീണ്ടും അങ്ങോട്ടേക്ക് തന്നെ മടങ്ങിപ്പോകുന്നത് എങ്ങനെ ശരിയാവും രവി? ശരിയാവില്ല. പക്ഷേ അവൻ അങ്ങനെ ആഗ്രഹിച്ചാൽ ഇല്ലെന്ന് എങ്ങനെ പറയൂ അമ്മേ? എന്തു പറഞ്ഞ് നമുക്കവൻ അടക്കിയിരുത്താൻ പറ്റും? അതുകൊണ്ട് തൽക്കാലം ആ വിഷയം അമ്മ വിട്. രഘു പണ്ടത്തേക്കാൾ മെച്ചോർഡാണിപ്പോ. അതുകൊണ്ട് തന്നെ ആപത്തൊന്നും സംഭവിക്കില്ലെന്ന് നമുക്ക് വിശ്വസിക്കാം. അതേ പറ്റൂ. മനസ്സിലായി. പുറത്ത് കാണിക്കുന്നില്ലെങ്കിലും നിനക്കുള്ളിൽ ടെൻഷനുണ്ട്. സത്യം പറഞ്ഞാൽ ഇത്രയും നാളായിട്ട് ഞങ്ങൾക്കെല്ലാം വേണ്ടി നീയാ ഒറ്റയ്ക്ക് ഭാരം ചുമക്കുന്നത്. ഇനിയെങ്കിലും സ്വസ്ഥമായിരിക്കേണ്ട സമയമായി നിനക്ക്. ഞാൻ നിന്റെയും ശ്രീലക്ഷ്മിയുടെയും കാര്യത്തിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് നീങ്ങാൻ ആലോചിക്കുക. അവളുടെ വീട്ടുകാരോട് എന്തൊക്കെ സംസാരിക്കണം, വിവാഹത്തിന്റെ ഒരുക്കങ്ങൾ എങ്ങനെ നടത്തണം, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ എന്റെ ചിന്ത. പക്ഷേ ഇപ്പോഴും നീ പെട്ടുകിടക്കുന്നത് നിന്റെ ആ പഴയ ലോകത്തെക്കുറിച്ചാ. ഒരു തരത്തിൽ രഘുവിനെ പിടിച്ചു നിർത്താനാണെങ്കിലും ആ വീട്ടിലേക്ക് പോയാൽ അവിടെ നമ്മുടെ മനസ്സിനെ സങ്കടപ്പെടുത്തുന്ന ഓർമ്മകൾ പലതും ഉണ്ട് മോനെ. അതുകൊണ്ടാ ഞാൻ ഇപ്പോഴും പറയുന്നത് നമുക്ക് ആ വീട്ടിലേക്ക് തിരിച്ചു പോകണ്ടെന്ന്. സോറി അമ്മ, രഘുവിന് ഞാൻ വാക്കുകൊടുത്തു കഴിഞ്ഞത്. എന്നോടുള്ള അവന്റെ വിശ്വാസത്തെ ഞാൻ നഷ്ടപ്പെടുത്താൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ രഘുവിനോട് സംസാരിച്ചാലോ? ആ ശ്രമം ഓൾറെഡി പരാജയപ്പെട്ടു കഴിഞ്ഞതല്ലേ. ഇവിടിപ്പോ അമ്മ എന്റെയും ശ്രീലക്ഷ്മിയുടെയും കാര്യത്തെപ്പറ്റി ആലോചിച്ച് വിഷമിക്കണ്ട. ഈ അടുത്ത ദിവസം ശ്രീലക്ഷ്മിയുടെ അമ്മ തന്നെ ഞങ്ങളുടെ വിവാഹത്തിന് സമ്മതിച്ചിരിക്കുന്നു. ആണോ? സത്യം? സത്യം. അമ്മയോടത് പറയാൻ വിട്ടുപോയതാ. അതല്ല ഈസിയായിട്ട് നടക്കും അമ്മ. ഇപ്പോ ഈ നിമിഷം നമ്മൾ ചെയ്യേണ്ടത് രഘുവിനെ നിരാശപ്പെടുത്താൻ പാടില്ല എന്നുള്ളതാണ്. ആർക്കറിയാം, ചിലപ്പോ അങ്ങോട്ടുള്ള താമസം മാറ്റം അവന് നല്ലത് വരുത്തും. അമ്മ അങ്ങനെ വേണം ചിന്തിക്കാൻ. ഇനിയിപ്പോ ചേട്ടൻ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാൻ പോകുന്നുണ്ടോ? ഈ ത്രിവിക്രമന് നീരേറ്റ് കോളനിയിൽ വീണ്ടും അവതരിക്കാൻ പറ്റിയ അവസരമാണ്. ആ കള്ളക്കിഴവൻ ആശുപത്രിയിലും ആ പെണ്ണും പിള്ള കുറെ കാശുമായി വീട്ടിലും. ഇപ്പൊ എന്തെങ്കിലും സംഭവിച്ച ആ സുദർശൻ നെഞ്ചു പൊട്ടിച്ചാവോന്നുറപ്പാ. ഉടനെ അയാളുടെ അടിയന്തരം നടത്തണമല്ലോ. എന്താണൊരു വഴി?
ഹലോ, ഇതെന്താ നടക്കുന്നത്? ടാക്സി ഓട്ടോറിക്ഷ ഒന്നും കിട്ടിയില്ലേ? ഇല്ല സർ, റോഡിലേക്ക് ഇറങ്ങിയിട്ട് ഓട്ടോറിക്ഷ വിളിക്കും. എന്നാ പിന്നെ കയറിക്കോ, ടാക്സി ഫെയർ തന്നാ മതി. അയ്യോ സർ, ഇത് നമുക്ക് താങ്ങാവുന്നതിലും വലിയ ടാക്സിയാ. എന്റെ പേഴ്സിന് അത്രയ്ക്കുള്ള കനം ഇല്ല. എന്നാ പിന്നെ തനിക്കുള്ള സവാരി ഫ്രീ. താൻ തന്നെ വണ്ടി എടുത്തു. ഇതാ ഈ. അയ്യോ എന്റെ പൊന്ന് സാറേ, ഞാൻ പറഞ്ഞതെല്ലാം തിരിച്ചെടുത്തു. ആളെ വിട്ടാട്ടെ. അല്ല സർ, നേരത്തെ ഒന്നും ചോദിക്കാൻ പറ്റിയില്ല. ഇന്നലെ എന്താ സംഭവിച്ചേ? വീട്ടിലെന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നിയല്ലോ. സർ പോയിട്ടെല്ലാം സോൾവ് ആക്കിയോ? ഏയ്, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. വീട്ടിൽ ചില മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നു, അത്രേ ഉള്ളൂ. വീട്ടില് മാറ്റോ? എന്താ സർ അത്? അത് ഒരു സർപ്രൈസ്, അല്ലെങ്കിൽ തന്നെ കാത്തിരിക്കുന്ന ഒരു ഗിഫ്റ്റ്. എന്നെ കാത്തിരിക്കുന്ന ഗിഫ്റ്റോ? ടെൻഷൻ എടുപ്പിക്കാത്ത കാര്യം പറയ് സർ, പ്ലീസ്. വേറൊന്നുണ്ടോ? തൽക്കാലം ഞങ്ങൾ ഇപ്പോ താമസിക്കുന്ന വീട് ഷിഫ്റ്റ് ചെയ്തു. ഇനി താമസം പണ്ട് ഞങ്ങൾ താമസിച്ചിരുന്ന വീട്ടില. തന്നെയും ഉടൻ ഞാൻ അങ്ങോട്ട് ക്ഷണിക്കുന്നുണ്ട്, രാജനന്ദിനി വിലാസിലേക്ക്. സത്യം പറഞ്ഞ എന്നെങ്കിലും ആ വീട്ടിലേക്ക് മടങ്ങിപ്പോകേണ്ടി വരുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. ഇപ്പോ ഞാൻ കരുതുന്ന ഒരുപക്ഷെ താൻ എന്റെ ജീവിതത്തിലേക്ക് വന്നതുകൊണ്ടായിരിക്കാം ഇങ്ങനൊരു മാറ്റം സംഭവിച്ചതെന്നാണ്. താൻ നമ്മുടെ ലക്കി സ്റ്റാറിലെ തന്റെ അച്ഛന്റെ റിപ്പോർട്ട് വന്നു. അദ്ദേഹം ഡോക്ടർ ദേവിക റാണിയെ കാണേണ്ടതായിരുന്നല്ലോ. അതെ, പക്ഷെ ഒന്നും അറിയാൻ വയ്യ സർ. അച്ഛനെ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. റിപ്പോർട്ട് കിട്ടിയിട്ട് വീട്ടിലേക്ക് ഫോൺ വിളിക്കാന്ന് പറഞ്ഞിരുന്നതാ. പക്ഷെ വീട്ടിലും വിളിച്ചില്ല, എന്നെയും വിളിച്ചില്ല. രാവിലെ ഞാനും കൂടി ഹോസ്പിറ്റലിൽ ചെല്ലാന്ന് പറഞ്ഞിട്ട് സമ്മതിക്കാതെയാ പോയത്. വേണ്ടെന്നും പറഞ്ഞ് കൊച്ചുകുട്ടികളെ പോലെ ഒരേ നിർബന്ധമായിരുന്നു. നമ്മുടെ കഥയിലെ വില്ലൻ കൊച്ചുകുട്ടികളെ പോലെ പെരുമാറിയിരുന്നു. അൺബിലീവബിൾ, ഇംപോസിബിൾ ആൻഡ് ഇൻക്രെഡിബിൾ. സർ, വെറുതെ കളിയാക്കാതെ. എനിക്ക് എന്റെ അച്ഛൻ എന്നും ഹീറോ തന്നെയാ, വില്ലനല്ല. എന്നാലേ അദ്ദേഹം നമ്മളുടെ വിവാഹത്തിന് സമ്മതമുണ്ട്. അപ്പോ ഞാനും തന്റെ അച്ഛനെ ഹീറോ എന്ന് വിളിക്കാം. അതുവരെ അദ്ദേഹം എനിക്ക് വില്ലൻ തന്നെ. ഐ എം സോറി. ഏതായാലും ഇപ്പോ ഹീറോ ആയി എനിക്ക് വില്ലനായ തന്റെ അച്ഛനോട് സംസാരിക്കാൻ തോന്നുന്നു. വാ, വീട്ടിൽ പോയിട്ട് തന്റെ അച്ഛനോട് 2 പഞ്ച് ഡയലോഗ് അടിക്കട്ടെ. വാ, പോവാം നമുക്ക്. കേറ്. സർ, ഒരു മിനിറ്റ്. കയറിക്കോളൂ സർ. ഓ, അങ്ങനെ. താങ്ക് യു. താൻ കേറ്.